നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. എൻ്റെ കയ്യിലൊരു കോഴിമുട്ടയും ഒരു ഉള്ളിയുണ്ട് കേട്ടോ. വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ ഒന്നല്ല, ഇത് രണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഈ ഉള്ളിത്തോലും കോഴിമുട്ടത്തൊണ്ടും ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കില്ലെന്ന് പറയുന്നത് കേട്ടോ. കോഴിമുട്ടയുടെ തൊണ്ടും ഉള്ളിയുടെ തോലും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ടും അയാൾ ചോദിച്ചു, ഞാൻ കോഴിമുട്ടയുടെ തൊണ്ടും ഉള്ളിയുടെ തോലും ചെടിയുടെ കടക്കിലിടുന്നുണ്ട്, അത് ചെടി പൂവിടാൻ നല്ലതാണോ എന്ന്. ശരിയാണ്, പൂവിടാൻ നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നേരിട്ടല്ല. ഈ കോഴിമുട്ടത്തൊണ്ടും ഉള്ളിയുടെ തോലും നേരിട്ട് ചെടിയുടെ കടക്കിലിട്ടാൽ, ഏത് ജൈവ വസ്തുക്കളും നമ്മൾ നേരിട്ട് ഇങ്ങനെ ചെടിയുടെ കടക്കിലിട്ട് കഴിഞ്ഞാൽ അത് അപ്പം ആ സമയത്ത് മണ്ണുമായി കൂടിച്ചേർന്നിട്ട് അതിലെ ബാക്ടീരിയകളുടെ പ്രവർത്തനം കാരണം അവിടെ എന്താ പറയുക, അത് കമ്പോസ്റ്റിംഗ് നടക്കും. അപ്പോൾ അവിടെ ചൂട് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ചെടിക്ക് വേരിന് അത് നല്ലതല്ല. അപ്പൊ ഇത് വളം തന്നെയാണ്. ഈ മുട്ടയുടെ തോടും കാൽസ്യം കൂടിയതാണ്, ഉള്ളിയുടെ തോലും ഒക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉള്ളിയുടെ തോലും കോഴിമുട്ടത്തൊണ്ടും, ഉള്ളിയുടെ തോല് ചെറുതായിട്ട് മുറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തോലാണെങ്കിൽ നന്നായിട്ട് ചെറിയ പീസാക്കുക. കോഴിമുട്ടയുടെ തൊണ്ട് എടുക്കുക. കോഴിമുട്ടയുടെ തൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ ലിക്വിഡ് എല്ലാം വറ്റിക്കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ച് പൗഡറാക്കുക. ഉള്ളിയുടെ തോലും നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ്, ഉള്ളിയുടെ തോല് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് ലിക്വിഡ് ഒരു ഗ്രേവി ടൈപ്പ് ആക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ചെടിച്ചട്ടി എടുക്കുക. ആ ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണിടുക. ആ മണ്ണിന്റെ മേലെ ഈ കോഴിമുട്ടയുടെ പൊടിച്ച പൊടിയും ഉള്ളിയുടെ തോലും പച്ചക്കറി വേസ്റ്റും അരച്ചതിടുക. അതിന്റെ മേലേക്ക് കുറച്ച് മണ്ണ് ഇട്ടിട്ട് എവിടെയെങ്കിലും മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് അടച്ചു വെക്കുക. 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും അത് അതിൽ ലയിച്ച് കമ്പോസ്റ്റ് പോലെ ഉണ്ടാവും. അത് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. ചെടി നന്നായി പൂക്കും, ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടും. ഇത് ഈ ജൈവ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനവും ചെടി വലിക്കും. ഒരു കാരണവശാലും കോഴിമുട്ടത്തൊണ്ട് കടക്കിലിട്ടുന്നത്, ഈ ചെടി രാവിലെ വന്നിട്ട് ഈ വേരിന്റെ അഗ്രഭാഗത്ത് വായ തുറന്നിട്ട് നമ്മളെ കോഴിമുട്ടത്തൊണ്ടിന് എങ്ങനെ എടുക്കുവോ? നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ വലിയ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് പെട്ടെന്ന് ലയിച്ചു ചേരില്ല. അവിടെ കീടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളിത് വളം തന്നെയാണ്, ഞാൻ അതിനേതാക്കി തെറ്റായ രീതിയിൽ പറയുന്നില്ല, വളം തന്നെയാണ്. പക്ഷെ അത് കമ്പോസ്റ്റിംഗ് നടത്തിയിട്ട് അല്ലെങ്കിൽ വളരെ പൗഡർ ആക്കിയിട്ടോ ഒക്കെ ആക്കിയിട്ട് ചെയ്തു കൊടുക്കുക. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായി പൂവിടും, ചെടിക്ക് നന്നായി വളർച്ച ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചതാണ് കോഴിമുട്ടത്തൊണ്ടിനെ പറ്റിയിട്ടും നമ്മളുടെ ഉള്ളിത്തോല് ചെടികൾക്ക് ഇടുന്നതിനെ പറ്റിയിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. താങ്ക്